ഹലോ എവ്രി വൺ. ഇപ്പോൾ നമ്മൾ യു കെയിലുള്ള എല്ലാവരുടെയും ഒരു കൺസേൺ ആയിരിക്കും ഇ വിസ ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യണമെന്നുള്ളത്. ഈ വീഡിയോയിൽ ഇ വിസ ആപ്ലിക്കേഷൻ്റെ സബ്മിഷൻ തൊട്ട് വിസ വ്യൂയിങ് വരെയുള്ള അത്രയും കംപ്ലീറ്റ് ആൻഡ് കൺസൈസ് ആയിട്ടുള്ള വീഡിയോയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ് ഓഫ് യു കെയിൽ നിന്ന് ഇ വിസ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുള്ള മെയിൽ റിസീവ് ചെയ്യാത്തവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് മെയിൽ കിട്ടിയവർക്കും മെയിൽ റിസീവ് ചെയ്യാത്തവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. ഇതിനായി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു NFC സപ്പോർട്ടുള്ള സ്മാർട്ട് ഫോൺ, VIP കാർഡ്, പിന്നെ OTP വരാനായിട്ടുള്ള ഒരു മെയിൽ ID ആൻഡ് മൊബൈൽ നമ്പർ. ഇത്രയും മാത്രം മതി. എങ്കിൽ നമുക്ക് ഈ പ്രോസസ്സ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പ്രോസസ്സിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഹൗ ടു അപ്ലൈ ഫോർ UK ഇ വിസ എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഗവൺമെൻറ് ഓഫ് UKയുടെ ഒരു പേജ് കാണാൻ പറ്റും, വെബ്സൈറ്റ്. അതിൽ പ്രസ് ചെയ്യുക. അങ്ങനെ താഴേക്ക് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലേക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ അവർ ചോദിക്കും നമുക്ക് BRP കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കും. യെസ് കൊടുക്കണം. അതിനുശേഷം നേരെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അവർ ചോദിക്കും നമുക്ക് ഇപ്പോഴും BRP ഉണ്ടോ എന്ന് ചോദിക്കുക. അതിന് നമ്മൾ യെസ് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അവർ ചോദിക്കുകയാണ് നമ്മുടെ BRP കാർഡ് വാലിഡ് ആണോ എന്ന്. ഇപ്പം വാലിഡ് ആണല്ലോ ഡിസംബർ വരയ്ക്കും. അപ്പോൾ നമുക്ക് യെസ് കൊടുക്കാം. പിന്നെയും കണ്ടിന്യൂ പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അങ്ങനെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കാം. അപ്പോൾ അവർ ചോദിക്കുവാണ് നമുക്ക് വേണ്ടിയാണോ വേറെ ഒരാൾക്ക് വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമുക്കാണെങ്കിൽ മീ കൊടുക്കാം, വേറെ ആൾക്കാണെങ്കിൽ സമോൺ എൽസ് കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് നമ്മുടെ പേര് കൊടുക്കേണ്ട ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് നെയിമും സർനെയിമും കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ നാഷണാലിറ്റിയാണ് അടുത്തതായിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ IND എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇന്ത്യ IND എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. അവിടെ അത്രയേ ഉള്ളൂ. പിന്നെ അവർ ചോദിക്കുന്നത് ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് ആണ്. നമുക്ക് നമ്മുടെ BRP അല്ലെങ്കിൽ പാസ്പോർട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ BRP കൊടുത്തതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് BRPയുടെ ഡീറ്റെയിൽസ് ആണ് ഞാനിനി കൊടുക്കേണ്ടത്. നമ്മുടെ BRP നമ്പർ കൊടുക്കണം. അതുപോലെ തന്നെ BRPയുടെ എക്സ്പയറി ഡേറ്റ് കൃത്യമായി മെൻഷൻ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. പിന്നെ വേണ്ടത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അതും കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. അടുത്തതായി നമുക്ക് സെക്യൂരിറ്റി കോഡ് നമുക്ക് റിസീവ് ചെയ്യേണ്ട മെയിൽ ID ഏതാണോ ആ മെയിൽ ID കൊടുക്കുക. സെയിം ടൈം നമ്മുടെ ഫോൺ നമ്പറിനും ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ഫോൺ നമ്പറും നമ്മുടെ മെയിൽ IDയും കൊടുത്തു കഴിയുമ്പോൾ അതിലേക്ക് സെക്യൂരിറ്റി കോഡ് നമുക്ക് വരും. അത് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ ഇതിവിടെ ഞാനിവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെക്യൂരിറ്റി കോഡ് ഞാൻ റിസീവ് ചെയ്ത സെക്യൂരിറ്റി കോഡാണ് ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ഓപ്ഷൻ വന്നേക്കുവാണ്. നമ്മുടെ ഈ ഒരു അക്കൗണ്ട് നമ്മുടെ ഫ്രണ്ടിനോ ഫാമിലിക്കോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ അഡ്വൈസർക്കോ ആക്സസ് ചെയ്യാം. അപ്പോൾ നമ്മളോട് അവർ ചോദിക്കുവാണ് ആർക്കെങ്കിലും പെർമിഷൻ കൊടുക്കണമോ വേണ്ടയോ എന്ന്. നമുക്ക് യെസ് കൊടുക്കാം അല്ലെങ്കിൽ നോ കൊടുക്കാം. ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് ആരും നോക്കണ്ട എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നോയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കാം. നമ്മൾ OTP കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരും. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ടിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു പേജിലേക്ക് നമ്മൾ പോയേക്കുവാണ്. ഇനിയിപ്പോൾ നേരെ നമുക്ക് സൈൻ ഇൻ എന്നുള്ളൊരു ഓപ്ഷനാണുള്ളത്. ഇനി നമ്മൾ നമ്മളുടെ ഡീറ്റെയിൽസ് വെച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യാൻ പോവുകയാണ്. നേരത്തെ ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് BRP വെച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മളിവിടെ കൊടുക്കുമ്പോഴും BRP തന്നെ കൊടുക്കുന്നു, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അങ്ങനെ BRPയുടെ ഡീറ്റെയിൽസ് കൊടുത്തു. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ടൈപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ വരുമ്പോൾ അവർ ചോദിക്കുകയാണ് നമ്മുടെ സെക്യൂരിറ്റി കോഡ് നമ്മുടെ ഫോൺ നമ്പറിലേക്ക് വേണോ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ IDയിലേക്ക് അയക്കണമെന്ന് നമ്മൾ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അത് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് നമുക്കൊരു സെക്യൂരിറ്റി കോഡ് നമുക്ക് കിട്ടും. ഒരു 6 ഡിജിറ്റുള്ളൊരു കോഡാണ് നമുക്ക് കിട്ടുക. ആ കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം. അത് മെൻഷൻ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ കണ്ടിന്യൂ ചെയ്താൽ മതി. അതാണ് ഇവിടെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സ്. വീഡിയോ ഞാൻ കുറച്ച് സ്ലോ ആക്കുന്നത് നിങ്ങൾക്ക് അതൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇ വിസ ലിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു ഫോം ഓപ്പണായി വരും. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. ആദ്യം നമ്മൾ കൺഫേം ചെയ്യുകയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ അത് നമ്മൾ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങോട്ട് കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട്
ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത് നമ്മുടെ ഫോണിൽ NFC ആക്സസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാ ഫോണിലും ഉണ്ടാവും. നമ്മൾ യെസ് കൊടുക്കണം, കണ്ടിന്യൂ ചെയ്യുക. ഈ ഒരു സമയത്ത് നമ്മുടെ BRP സ്കാനിങ് ഉണ്ട്, നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സെൽഫി എടുക്കുന്നുണ്ട്. ആ ഒരു ഫോട്ടോ ആയിരിക്കും നമ്മുടെ വിസയിൽ വരാൻ പോകുന്നത്. സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഈ ഒരു നിമിഷം അവർ ബ്ലറാക്കി ആണ് കാണുന്നത്. അങ്ങനെ അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗം കംപ്ലീറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ലൊക്കേഷനാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ആർ യു ഇൻ UK നൗ. അപ്പോൾ നമ്മൾ യെസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ പ്രസ് ചെയ്യണം. അപ്പോൾ അവിടെയും കംപ്ലീറ്റഡ് ആയി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അടുത്തതാണ് നമ്മുടെ കോൺടാക്റ്റ് പ്രിഫറൻസസ്. ഇവിടെ അവർ നമ്മളോട് ചോദിക്കുവാണ് ഏത് മെയിൽ ID വേണം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനെന്നുള്ളത്. സെയിം നമ്മുടെ ഫോൺ നമ്പറിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ആ ആൻസർ നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് അക്കൗണ്ട് സെക്യൂരിറ്റി ആണ്. ഇവിടെ നമുക്ക് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് സിലക്ട് ചെയ്യാം. നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അവിടെയും കംപ്ലീറ്റഡ് ആയി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ആണ്. അവിടെ നമ്മൾ പ്രസ് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് അവർ കുറച്ച് ഓപ്ഷൻസ് തരുന്നുണ്ട്. നമ്മൾ 18 ഇയറിന് മേളിലാണോ താഴെയാണോ, അല്ലെങ്കിൽ നമ്മൾ പേരൻ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ വേറെ ആൾക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുകയാണോ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾക്ക് ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ളത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അടുത്തൊരു പേജിലേക്ക് അത് ഓപ്പണായി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ടാസ്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റഡ് ആയി എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ കൺഫേം ആൻഡ് സബ്മിറ്റ് പ്രസ് ചെയ്യണം. അത് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം നമുക്ക് ഒരു റെഫറൻസ് നമ്പർ, നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു റെഫറൻസ് നമ്പർ കൂടി ഇതിൻ്റെ ഒപ്പം അവർ നമുക്ക് തരും. അതിനുശേഷം നമുക്ക് താഴെ കാണുന്ന ഓപ്ഷൻ ഫിനിഷ് ആൻഡ് ലീവ് സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ പ്രസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ആ ഒരു സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞാൽ നമുക്കൊരു 3 മിനിറ്റിൻ്റെ ഒരു സാവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു UK വിസാസ് ആൻഡ് എമിഗ്രേഷനിൽ നിന്ന്. അപ്പോൾ നമ്മൾ ആ മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വിസ വ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്ക് ആയിരിക്കും നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ കൊടുത്ത് നമ്മുടെ സൈൻ ഇൻ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും, നമ്മുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ താഴെ നമ്മൾ നേരത്തെ ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ ചെയ്ത് നമ്മുടെ ഫോട്ടോയോ ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ വിസ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പ്രോസസ്സ് കഴിഞ്ഞു. സിമ്പിളാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.